നോർമലി നോൺ സ്റ്റിക്ക് ഒക്കെ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഇയേഴ്സ് കഴിയുമ്പോൾ അതിൻ്റെ ടെഫ്ലോൺ കോട്ടിംഗ് ഒക്കെ പോകും, നിങ്ങൾ പുതിയത് വാങ്ങണം. ലോങ് ടേമിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇത് വളരെയധികം വർത്താണ്. നമസ്കാരം, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാന്നാർ ക്രാഫ്റ്റിൻ്റെ മറ്റൊരു ഹെൽത്തി കുക്ക്വെയർ ആയിട്ടുള്ള ബ്രോൺസ് പാനിനെ പറ്റിയാണ്. നമുക്കിതൊരു ബ്രോൺസ് പാനായിട്ടും ഇല്ലെങ്കിൽ ഒരു ഫ്രൈ പാനായിട്ടും ഇല്ലെങ്കിൽ ഒരു അപ്പച്ചട്ടിയൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫിഷൊക്കെ ഫ്രൈ ചെയ്യണോ, അല്ലെങ്കിൽ ചിക്കനൊക്കെ ഇല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് ഒക്കെ ഫ്രൈ ചെയ്യണമെങ്കിലോ, ഇല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള തോരനോ കൂട്ടാനോ ഒക്കെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനോ, ഇല്ലെങ്കിൽ നമുക്ക് നല്ല പാലപ്പം ഉണ്ടാക്കാനോ, ഇല്ലെങ്കിൽ ചെറിയ അപ്പങ്ങൾ ഒക്കെ ഉണ്ടാക്കാനോ ഈ ഒരു പാൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കർവ്ഡ് ആണ് ഇത്. താഴെ നമ്മുടെ സാധാരണ അപ്പച്ചട്ടിയൊക്കെ കാണുന്ന പോലെ തന്നെ ഇല്ലേ, ഇത്തിരി കർവ്ഡ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡിലാണ് ഇത് വരുന്നത്. നല്ല ഹെവിയാണ് ഇതിന്റെ ബേസ്. അതുകൊണ്ട് തന്നെ അടുക്കി പിടിക്കുന്ന കാര്യങ്ങളോ ഒന്നും അങ്ങനത്തെ ഉള്ള ഇഷ്യൂസോ കാര്യങ്ങളോ സംഭവിക്കാൻ പോകുന്നില്ല. എത്ര വിഡ്ത്ത് ഉണ്ടെന്നും ഇതിന് എത്ര ഹൈറ്റ് ഉണ്ടെന്നും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്തു. ഇത് ഏകദേശം ഒരു 24 സെൻറ്റിമീറ്റർ, അതായത് ഒരു 9.5 ഇഞ്ചൊക്കെ ഇതിൻ്റെ ഡയ വരുന്നുണ്ട്. നമുക്കിതിൻ്റെ ഹൈറ്റ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, 5 സെൻറ്റിമീറ്റർ, 2 ഇഞ്ചൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. നമുക്കിതിൻ്റെ ഹാൻഡിൽ കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു 1.5 ഇഞ്ച്, ഒരു 4 സെൻറ്റിമീറ്ററിനൊക്കെയാണ് ഇതിൻ്റെ ഹാൻഡിൻ്റെ ഒരു ഹൈറ്റൊക്കെ വരുന്നത്. നമുക്കിതിൻ്റെ വെയിറ്റ് കൂടി കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1.5 kg, അതായത് 1.5 കിലോയ്ക്ക് അടുത്തൊക്കെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പച്ചട്ടിക്കകത്ത് നമുക്ക് എന്ത് കപ്പാസിറ്റി വെള്ളം കൊള്ളും എന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം നമുക്ക് ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എത്ര കപ്പാസിറ്റി കൊള്ളുമെന്ന് അറിഞ്ഞാൽ നന്നായിരിക്കും. ഇതൊരു 1/2 ലിറ്ററുള്ള ഒരു കപ്പാണ്. ഏകദേശം അത് നിറയുന്നുണ്ട്. ഒരു ഹാഫും കൂടെ ഒഴിച്ച് 1 ലിറ്റർ കൊള്ളുമോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാമല്ലോ. യെസ്, ഇത് തുളുമ്പി ഇതേണ്ട. ഇപ്പോൾ ഇത് ഏകദേശം തുളുമ്പിയുള്ള രീതിയാണെങ്കിൽ 1 ലിറ്ററോളം ഇതിൻ്റെ അകത്ത് കൊള്ളുന്നതാണ്. ഇപ്പം കറിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ നമുക്ക് ഇതേണ്ട ഇപ്പോൾ 1 ലിറ്റർ വെള്ളം കൊള്ളുന്നതാണ്. 1 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ കറി ഉണ്ടാക്കാൻ പറ്റുമെന്നല്ല അതിൻ്റെ അർത്ഥം. അത് അതിനനുസരിച്ച് കുറച്ചേ ഉണ്ടാകാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പം വെള്ളം ഇതിൻ്റെ അകത്ത് ഒഴിച്ചാൽ 1 ലിറ്റർ കൊള്ളുന്നതാണ്. ഈ ഒരു പാന് പ്രീ സീസൺഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. റെഡി ടു യൂസ് ആണ്. അതുപോലെ തന്നെ 2 സൈഡും ഇതുപോലെ നല്ല വെൽ പോളിഷ്ഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കഴുകി പെട്ടെന്നെല്ലാം നമുക്ക് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്ക് പുതിയതായിട്ടൊരു പാൻ വാങ്ങുമ്പോഴത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സാധാരണ രീതിയിൽ സോപ്പോ ഇല്ലെങ്കിൽ മൈൽഡ് സോപ്പോ ഇല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് പൗഡറൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. യൂസ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് നോർമലി ഒരു ചൂടൊക്കെ ഒന്ന് പോയിട്ട് ഉടൻ തന്നെ എടുത്ത് ഒരു ബ്രോൺസ് കുക്ക്വെയറും ഡയറക്റ്റ് ആയിട്ട് തന്നെ ഉടൻ തന്നെ ചൂട് വെച്ച് തന്നെ എടുത്ത് വെള്ളത്തിലോട്ട് എടുത്ത് ചിലപ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് ഈ ഒരു അലോയി ആയതുകൊണ്ടാണത്. നമ്മൾ നോർമലിയൊക്കെ സ്റ്റീലോ ഇല്ലെങ്കിൽ അലൂമിനിയോ നോൺ സ്റ്റിക്ക് ഒക്കെ കാണിക്കുന്നതുകൊണ്ട് തന്നെ ഉടൻ തന്നെ വെള്ളത്തിലേക്ക് ഇടാൻ പാടില്ല. ചിലപ്പോൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് സാധാരണ രീതിയിൽ നിങ്ങളിപ്പം യൂസ് ചെയ്യുന്ന കുക്ക്വെയർ ഒക്കെ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്റ്റൗവിലൊക്കെ ഇത് ഏത് ടൈപ്പ് സ്റ്റൗവിലും വെക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഈ ബ്രോൺസ് കുക്കർ ഒന്നും ഒരു ഇൻഡക്ഷനിലോ ഇല്ലെങ്കിൽ ഓവനിലോ കാര്യങ്ങളോ ഒന്നും വെക്കാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു കുക്ക്വെയർ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം നോർമലി നോൺ സ്റ്റിക്ക് ഒക്കെ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ ഒരു 2-3 ഇയേഴ്സ് കഴിയുമ്പോൾ അതിൻ്റെ ടെഫ്ലോൺ കോട്ടിംഗ് ഒക്കെ പോകും, നിങ്ങൾ പുതിയത് വാങ്ങണം. പക്ഷേ ഇത് ലൈഫ് ടൈം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്ത ജനറേഷനിലേക്ക് വരെ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള കുക്ക്വെയർസ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നോക്കുമ്പോഴത്തേക്ക്, അതായത് നമ്മളൊരു നോർമലി ഇപ്പോൾ ഒരു അപ്പച്ചട്ടി വാങ്ങുവാണ്, ഇല്ലെങ്കിൽ അപ്പോൾ അപ്പച്ചട്ടി വാങ്ങുമ്പോഴത്തേക്ക് എന്താ നിങ്ങൾക്കൊരു 2-3 വർഷം കഴിയും. കാരണം അപ്പച്ചട്ടി എന്തായാലും ടെഫ്ലോൺ കോട്ടിങ് ഇളകിപ്പോവും. അത് കഴിഞ്ഞ് നിങ്ങൾ പുതിയൊരെണ്ണം വാങ്ങണം. 10 വർഷം കൂടുമ്പോൾ നിങ്ങൾ ഏകദേശം 3 എണ്ണം വാങ്ങിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെയുള്ള ബ്രോൺസിൻ്റെ അപ്പച്ചട്ടി വാങ്ങിച്ചാലും ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഫ്രൈ പാനുകൾ നിങ്ങൾ വാങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു നോർമലി ഇപ്പോൾ ഒരു അപ്പച്ചട്ടി ഒരു നോൺ സ്റ്റിക്കിനെക്കാട്ട് റേറ്റ് കൂടുതൽ, ഓഫ് കോഴ്സ് ഇതിൻ്റെ റേറ്റ് കൂടുതൽ. പക്ഷേ നമ്മൾ ലോങ് ടേമിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇത് വളരെയധികം വർത്താണ്. ഈ ഒരു കുക്ക്വെയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ താഴെ ഒരു നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നമ്മുടെ എക്സ്പേർട്സ് നിങ്ങളുടെ ഏത് ഡൗട്ട്സ് ആയിക്കോട്ടെ അത് നമുക്ക് തീർക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.manarcraft.com നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഇപ്പം അങ്ങനെ വെബ്സൈറ്റ് ഒക്കെ പർച്ചേസ് ചെയ്ത് ശീലമില്ലെങ്കിൽ, അതല്ല നിങ്ങൾക്കൊരു ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കണക്ട് ചെയ്താൽ നമുക്ക് അവിടെ നിന്നും ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം. അതുമല്ല നിങ്ങൾക്ക് ഇനി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വന്നൊന്ന് കാണണം, ഇതൊക്കെ ഒന്ന് പിടിച്ചിട്ട് മാത്രമേ നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാൻ തോന്നുന്നു എന്നുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ മാന്നാർ മുസ്ലിം പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് സ്റ്റോർ ഉണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് ഒന്ന് വീഡിയോ കോളിലൊക്കെ ഒന്ന് കണ്ടാൽ മതിയെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വീഡിയോ കോൾ ഫെസിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ കോളിൽ ഇത് കാണാവുന്നതാണ്. നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്ദി, നമസ്കാരം.